നമുക്ക് അനൽക്ക കൂടെ നമ്മോടൊപ്പം ചേരും. അനൽക്ക BJPയുടെ കേന്ദ്രത്തിലാണുള്ളത്. BJPയും ആദ്യഘട്ടത്തിൽ അങ്ങേയറ്റം മടിച്ച് നിൽക്കുകയായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. കാരണം രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ ഇങ്ങനെ അനാവശ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് അവർ വിചാരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്തിനു പോയിട്ട് അധ്വാനവും പണവും മുടക്കണം എന്നൊരു ന്യായമായ സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. അതിപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും. പക്ഷേ പിന്നീട് അവർ സ്ഥാനാർത്ഥി വെച്ചു. ഇവിടുത്തെ തന്നെ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയായിട്ട് വെച്ചു, മോഹൻ ജോർജിനെ. അവരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത് എന്നതാണ്. അതായത് ഇതിനകത്ത് ഇപ്പോൾ വിജയമൊന്നും ഉണ്ടാകാനോ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ട് കിട്ടണം എന്നത് അവർക്ക് നിശ്ചയമായിട്ടും ആഗ്രഹമുള്ള കാര്യമാണ്. അവർ നല്ല നിലക്ക് പ്രചാരണമൊക്കെ നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നേതാക്കളൊക്കെ പല വീടുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അനൽക്ക, ഇന്നിപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസത്തിൽ എന്താണ് അവരുടെ പരിപാടി? എവിടെയാണ് അവരുടെ ആളുകൾ കൂട്ടം ചേരുക? നിറയെ ആളുണ്ടാകുമോ? നേതാക്കളൊക്കെ ഉണ്ടോ? സനീഷ്, ഈ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വളരെ വൈകിയിട്ടുണ്ട്. എന്നാൽ പോലും അവർ പിന്നീട് മറ്റ് മുന്നണികളോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ തന്നെ സജീവമാകുകയും ചെയ്തു. ഇന്നിപ്പോൾ അവരുടെ ഈ കലാശക്കോട്ട് നിലമ്പൂർ ടൗണിലാണ്, അതായത് നിലമ്പൂർ ടൗണിലാണ്, ജംഗ്ഷനിലാണ് അവർക്ക് അനുമതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വഴിക്കടവിലെ മണിമുളിക്കടുത്ത് നിന്നും രാവിലെ 8:30 കൂടിയിട്ട് പ്രചാരണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ 2016 അപേക്ഷിച്ച് കുറവായിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ K. സുരേന്ദ്രൻ നേടിയത് 17,500 വോട്ടാണ്. അപ്പം അത്തരത്തിൽ K. സുരേന്ദ്രൻ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും ഇവിടെ NDA സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുക. കാരണം അത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം പോത്തുകൽ, ചുങ്കത്തറ മേഖലകളിലൊക്കെ തന്നെ ക്രൈസ്തവ ബലത്തിൽ കാര്യമായി സ്വാധീനമുള്ളൊരു ആളാണെന്നാണ് BJPയുടെ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. തുടക്കത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇത്തരം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല, ആ അർത്ഥത്തിലൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് അവരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ BJP ഇതുമായി ബന്ധപ്പെട്ട് NDA ഇതുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിൽ തരക്കേടില്ലാതെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള സാഹചര്യമുണ്ട്.